എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDC സിലബസിലെ സുപ്രധാന നിയമങ്ങളിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ്, അതായത് PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കംപ്ലീറ്റ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ മാക്സിമം വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആ ക്ലാസ് ഒന്ന് പിൻ ചെയ്തേക്കാം, മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചാണ്. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം അഥവാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, കോപ്ര എന്നും പറയും. അപ്പോൾ എന്താണ് ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം? ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം. കാരണം നമ്മളെല്ലാവരും നിത്യജീവിതത്തിലായാലും നമ്മളെല്ലാവരും ഒരു ഉപഭോക്താവാണ്. കാരണം നമ്മളെല്ലാവരും സാധനം മേടിക്കുന്ന ഒരാളാണ്. കടകളിൽ പോയാലും സാധനം മേടിക്കുന്നത്, അങ്ങനെ സാധനങ്ങളും പല കാര്യങ്ങളും മേടിക്കുന്ന ഒരാളെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ സാധനം മേടിക്കുന്ന നമുക്ക് കുറേ അവകാശങ്ങളുണ്ട്. അതായത് ഉപഭോക്താവായ നമ്മൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. പക്ഷേ നമ്മളിപ്പം സാധാരണക്കാരായി നമ്മൾക്ക് പെട്ടെന്ന് ഈ ഉപഭോക്താവിൻ്റെ സംരക്ഷണ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ നമുക്ക് അവകാശങ്ങളുണ്ട്, കുറേ അവകാശങ്ങളുണ്ട്. നമുക്ക് ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ അവകാശങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അവകാശങ്ങൾ, എന്തൊക്കെയാണ് നിയമങ്ങൾ എന്നൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇന്ന് ആദ്യം മുതൽ തന്നെ തുടങ്ങാം. അപ്പം ഉപഭോക്തൃ സംരക്ഷണ നിയമം ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം അംഗീകരിച്ച വർഷം 1985. അപ്പോൾ 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം അംഗീകരിച്ച വർഷം. അപ്പം ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം അംഗീകരിച്ച വർഷം 1985. അപ്പം ഓർത്തു വെച്ചോ, 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം അംഗീകരിച്ചു. ആ പ്രമേയം അംഗീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഒരു നിയമം നിലവിൽ വന്നു. മനസ്സിലായില്ലേ? 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം അംഗീകരിച്ചു. അതിനുശേഷം നമ്മുടെ ഇന്ത്യയിൽ തുടർന്ന് നമ്മുടെ ഇന്ത്യയിൽ ഒരു നിയമം വന്നു ഉപഭോക്തൃ സംരക്ഷണമായിട്ട്. അതാണിത്. അതായത് ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഒരു നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24. അപ്പോൾ ഓർത്തു വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഒരു നിയമം നിലവിൽ വന്നത് എന്നാണ്? 1986 ഡിസംബർ 24. ക്ലിയർ ആയേ? ഇപ്പോൾ ഈ ഡിസംബർ 24 നമ്മൾ ഓർത്തു വെച്ചോ. 1986 ഡിസംബർ 24 ഇന്ത്യയിലൊരു ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനായി ഒരു നിയമം നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ ഉപഭോക്തൃ ദിനം എന്നറിയപ്പെടുന്ന ഡിസംബർ 24. അപ്പോൾ 1986 ഡിസംബർ 24 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഒരു നിയമം നിലവിൽ വന്നു. അതുകൊണ്ട് തന്നെ ഡിസംബർ 24 നമ്മൾ ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പം അടുത്തത്, അപ്പോൾ ദേശീയ പഠിച്ചതോടുകൂടി തന്നെ നമ്മൾ ലോകം പഠിക്കണം. അപ്പോൾ ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15. അപ്പം ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24, ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15. ഇപ്പോൾ ഇത്രയും പറഞ്ഞത് ക്ലിയറായേ? എല്ലാം ഇത്രയും പറഞ്ഞത് ക്ലിയറായേ? അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത നമ്മൾ 1986 ഇന്ത്യയിൽ ഒരു നിയമം വന്നെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പകരമായി നിലവിൽ വന്ന നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. അപ്പോൾ നമ്മുടെ 1986 നിയമം ക്യാൻസലായി. അതിന് പകരം നമ്മൾ പുതിയ നിയമം കൊണ്ടുവന്നു. അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 വന്നു. അതിൽ നമ്മളിപ്പം 2019 നിയമത്തിൽ നമ്മളിപ്പം ഈ പുതിയ പുതിയ കാലങ്ങൾ വന്നില്ല. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ പണ്ടത്തെ പോലെയല്ല, നമ്മൾ 1986 പോലല്ല ഈ 2019 നമ്മുടെ ഈ കാലഘട്ടം. കാരണം ഒരുപാട് ഓൺലൈന്, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതായത് പുതിയ നിയമം വരാൻ ഇടയുണ്ടായ കാരണങ്ങൾ, ഒന്നാമത് കൊമേഴ്സ് പോലുള്ള സ്ഥാപനങ്ങൾ വന്നു. അതുപോലെ തന്നെ ചരക്ക് മടക്കി വിളിക്കൽ, അതുപോലെ തന്നെ ഓൺലൈനായ പരാതി വിളിക്കൽ, അതുപോലെ ഓൺലൈൻ സംബന്ധിച്ചുള്ള ഓരോ ഇതും വന്നു. അപ്പം ആ കാലത്തിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആവണം. അതുകൊണ്ട് തന്നെയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 വന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പകരമായി നിലവിൽ വന്ന നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. ക്ലിയർ ആയി? അതെങ്ങനെ വന്നതെന്ന് ക്ലിയർ ആയി? അതുപോലെ തന്നെ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ പരിരക്ഷിക്കുന്നതിനും നടപ്പാക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വന്ന നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. അപ്പോൾ 1986 10 മടങ്ങ് ശക്തിയായിട്ടാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 വന്നത്. അപ്പോൾ എന്താണത് പറയുന്നത്? ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ
പരിരക്ഷിക്കുന്നതിനും നടപ്പാക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നിലവിൽ വന്ന നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്തത് ഉപഭോക്താക്കളുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും സമയബന്ധിതമായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഈ നിയമം മുൻഗണന നൽകുന്നു. അപ്പോൾ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഉപഭോക്താക്കളുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും സമയബന്ധിതമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഈ നിയമം മുൻഗണന നൽകുന്നു. അപ്പോൾ ക്ലിയർ ആയി, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയി നിയമവുമായി ബന്ധപ്പെട്ടെ. അപ്പോൾ ഒരു നിയമം വരണമെങ്കിൽ എന്താണ് നമ്മുടെ രാജ്യത്ത് ഒരു നിയമം വരണമെങ്കിൽ ആദ്യം പാർലമെൻറ്റ് ബില്ല് വഴി പാസ്സാക്കണം. പാസ്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏതൊരു നിയമവും നിലവിൽ വരത്തുള്ളൂ, അത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 30. അപ്പോൾ 2019 ജൂലൈ 30 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോകസഭ പാസ്സാക്കിയത്. അതുപോലെ തന്നെ രാജ്യസഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 6. അപ്പോൾ 2019 ഓഗസ്റ്റ് 6 രാജ്യസഭ പാസ്സാക്കി. അതുപോലെ തന്നെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 30. അത് കഴിഞ്ഞ് രാജ്യസഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 6. അതുപോലെ തന്നെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ആഗസ്റ്റ് 9. അതുപോലെ തന്നെ ഈ നിയമം ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 9 രാഷ്ട്രപതി ഒപ്പുവെച്ചെങ്കിലും നിയമം നിലവിൽ വന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ്, അതായത് 2020 ജൂലൈ 20. അപ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്, 2020 ജൂലൈ 20. അപ്പം ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് 2020 ജൂലൈ 20. ക്ലിയർ ആയേ? നമുക്കപ്പോൾ അടുത്തതിലോട്ട് പോവാം. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയേ? അപ്പോൾ അടുത്തതിലോട്ട് പോവാം. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്ര അധ്യായങ്ങളുണ്ട്? 8 അധ്യായങ്ങളുണ്ട്. അതുപോലെ തന്നെ വകുപ്പുകൾ, സെക്ഷൻസ് 107. ഇപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു പോകണേ. 107 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 8 അധ്യായങ്ങൾ, അതായത് 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ വകുപ്പുകളുടെ എണ്ണം അഥവാ സെക്ഷൻസിൻ്റെ എണ്ണം 107 സെക്ഷൻസും ഉണ്ട്. ക്ലിയർ ആയേ? അപ്പോൾ ഏതൊക്കെ അധ്യായങ്ങളാണെന്ന് നോക്കാം. നമ്മൾ 8 അധ്യായങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ അധ്യായങ്ങളും എന്തെന്ന് നോക്കാം. അധ്യായം 1 പ്രാരംഭികം ആണ് വരുന്നത്. അതുപോലെ തന്നെ അധ്യായം 2 ഉപഭോക്തൃ സംരക്ഷണ സമിതികളെക്കുറിച്ച്. അതുപോലെ തന്നെ അധ്യായം 3 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെക്കുറിച്ച്. അതുപോലെ അധ്യായം 4 ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെക്കുറിച്ച്. അധ്യായം 5 മധ്യസ്ഥത. അധ്യായം 6 ഉൽപ്പന്ന ബാധ്യത. അധ്യായം 7 കുറ്റങ്ങളും പിഴകളും. അധ്യായം 8 പലവക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അധ്യായങ്ങൾ വരുന്നത്. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളിപ്പം ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചല്ല നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഉപഭോക്താവ്, അതായത് കൺസ്യൂമർ എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഒരു ഉപഭോക്താവ് എന്ന് പറയുന്നത് കൺസ്യൂമർ. ആ ഉപഭോക്താവെന്ന് നമ്മളുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 സെക്ഷൻ 2(7)ലാണ് 2(7) വരുന്നത്. ഉപഭോക്താവ് എന്ന് പറയുന്നത് സെക്ഷൻ 2(7) പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഒരു ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണം നൽകിയോ അല്ലെങ്കിൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തോ അല്ലെങ്കിൽ പണം ഭാഗികമായി നൽകിയോ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തോ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തി ഓർ സേവനം പ്രയോജനപ്പെടുത്തുന്ന വ്യക്തി. അതായത് നമ്മൾ തന്നെ ഉപഭോക്താവ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം പണം കൊടുത്ത് മേടിക്കുന്നു. നമ്മൾ സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് മേടിക്കുന്നത്? സാധനങ്ങൾ പണം കൊടുത്ത് മേടിക്കുന്നു, അതുപോലെ തന്നെ EMI വഴി മേടിക്കുന്നു. ഇങ്ങനെയൊക്കെ മേടിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ഉപഭോക്താവായിട്ടാണ് കാണുന്നത്. EMI വഴിയായാലും കുറച്ച് പണം കൊടുത്തായാലും, അതായത് EMI വഴിയായാലും മാസത്തവണയായാലും, അതുപോലെ തന്നെ അല്ലാതെ ഡയറക്റ്റ് പൈസ കൊടുത്ത് മേടിക്കുന്നതിനും ഇതെല്ലാം ഉപഭോക്താവിൻ്റെ ഇതിലാണ് വരുന്നത്. ക്ലിയർ ആയേ? അപ്പോൾ ഉപഭോക്താവ് എന്ന് പറയുമ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എത്രാമത്തെ സെക്ഷനാണ്? സെക്ഷൻ 2(7)ലാണ്. സെക്ഷൻ 2(7)ലാണ് വരുന്നത്. പക്ഷേ എന്നാൽ പുനർവിൽപ്പനയ്ക്കോ ഏതെങ്കിലും വാണിജ്യ ആവശ്യത്തിനോ ആയി സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തിയെ ഓർ സേവനം പ്രയോജനപ്പെടുത്തുന്ന വ്യക്തിയെ ഉപഭോക്താവായി കണക്കാക്കുന്നതല്ല. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീടിനടുത്തൊരു പലചരക്ക് കടയുണ്ട്. ആ പലചരക്കടക്കാരൻ സാധനം മേടിക്കുന്നത് ചിലപ്പം ഇപ്പോൾ എന്താ പറയുന്നത്, ഒരു കാപ്പിപ്പൊടിയോ തേയിലപ്പൊടിയോ AVTയുടെ മേടിക്കുമെന്ന് പറഞ്ഞു. AVTന്ന് മേടിക്കുന്നു, പക്ഷേ അയാൾ ഉപയോഗിക്കുന്നില്ലല്ലോ, അയാളത് മറിച്ച് വിൽക്കുമല്ലോ വിൽക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് പുനർവിൽപ്പന എന്ന് പറയുന്നത്. അങ്ങനെ വിൽക്കുമ്പോൾ അയാൾ ഒരു ഉപഭോക്താവായിട്ട്
ഒരിക്കലും വരുന്നില്ല എന്നാണ് ഈ നിയമപ്രകാരം പറയുന്നത്. ക്ലിയർ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പലചരക്ക് കടക്കാനുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, പലചരക്ക് കടക്കാനുണ്ട്. അയാൾക്കൊരു AVTയുടെയോ എന്തെങ്കിലും ഒരു ഈസ്റ്റേൻ്റെയോ ഒക്കെ തേയിലയോ എന്തെങ്കിലും കാണും. അതും ചിലപ്പം അയാൾ വേറൊരു കമ്പനിയുടെ നിന്നാണ് മേടിക്കുന്നത്. പക്ഷേ അയാളത് ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ്, ഓർത്ത് വെച്ചോ. അപ്പോൾ അയാൾ ഉപയോഗിക്കുന്നില്ല, അത് അയാൾ അടുത്ത നമ്മളെപ്പോലുള്ളവർക്ക് സാധാരണക്കാർക്ക് അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ വിൽക്കുന്നതുകൊണ്ട് തന്നെ, പുനർവിൽപ്പന നടക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഉപഭോക്താവ് ആവുന്നില്ല. ക്ലിയർ ആയേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഉപഭോക്താവ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഉപഭോക്താവിന് അവകാശങ്ങളുണ്ട്. ഞാൻ ആദ്യം ഈ ക്ലാസ് തുടങ്ങുന്നതിന് തുടക്കത്തിലെ ഞാൻ പറഞ്ഞു, സാധാരണക്കാരായ നമ്മൾ ഉപഭോക്താവുകൾ നമുക്ക് കുറേ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ പൊതുവേ നമുക്ക് ആർക്കും അറിയില്ല. അതായത് സാധാരണ നമ്മളാരും അതിന് മെനക്കെടാനും അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒന്നും പോകാറില്ല. പക്ഷേ നമുക്ക് കുറേ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഉപഭോക്തൃ അവകാശങ്ങൾ സെക്ഷൻ 2(9). അപ്പം സെക്ഷന് 2(9) അതായത് വകുപ്പ് 2(9) ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ അവകാശങ്ങൾ നോക്കാം, ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ നോക്കാം. 1. സുരക്ഷിതത്വത്തിനുള്ള അവകാശം. 2. അറിയാനുള്ള അവകാശം. 3. തിരഞ്ഞെടുക്കാനുള്ള അവകാശം. 4. കേൾക്കാനുള്ള അവകാശം. 5. പരിഹാരം തേടാനുള്ള അവകാശം. ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. അപ്പോൾ ഇത്രയും നമുക്ക് 6 അവകാശങ്ങളുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വെച്ചോ, ഒന്നുപോലും മറക്കല്ലേ. ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോഴേ മനസ്സിലാവും. ഒന്നുകൂടെ പറയാം. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, 6ാമത്തേത് ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. അപ്പം നമ്മൾ പഠിച്ച് നമ്മുടെ 6 അവകാശം, അതായത് ഉപഭോക്താവായ നമ്മുടെ 6 അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ക്ലിയർ ആയി? അതുപോലെ തന്നെ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരാതിക്കാരൻ. സെക്ഷൻ 2(5). സെക്ഷൻ 2(5) പരാതിക്കാരൻ എന്ന് പറയുന്നത്, പരാതിക്കാരനായിട്ട് ആരൊക്കെ വരാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് 6 പേര് പരാതിക്കാരനായിട്ട് വരാൻ സാധിക്കും. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഉപഭോക്താവ്, ഒരു ഉപഭോക്താവായിട്ട് വരാം, ഒരു ഉപഭോക്താവ്. അതുപോലെ തന്നെ ഒരേ താല്പര്യമോ ഒന്നോ അതിലധികമോ ഉള്ള ഉപഭോക്താക്കൾ. അതുപോലെ തന്നെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉപഭോക്തൃ അസോസിയേഷന്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്. അതുപോലെ തന്നെ ഒരു ഉപഭോക്താവിന് മരണം സംഭവിച്ചാൽ അയാൾക്ക് വേണ്ടി അയാളുടെ നിയമപരമായ അവകാശി ഓർ പ്രതിനിധി, അയാൾക്കും പരാതിക്കാരനാവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 6ാമത്തെ ആളാരാണ്? ഒരു പ്രായപൂർത്തിയാകാത്ത ഉപഭോക്താവാണെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷിതാവ്. ക്ലിയർ ആയി? ഇത്ര നമ്മൾ പഠിച്ച്. അപ്പോൾ പരാതിക്കാരൻ എന്ന് പറയുന്നത് സെക്ഷൻ 2(5) വരുന്നത്. ഒരു പരാതിക്കാരനായിട്ട് ആർക്കെല്ലാം വരാം? ഒരു ഉപഭോക്താവിന് വരാം, ഒരേ താല്പര്യമുള്ള ഒന്നോ അതിലധികമോ ഉള്ള ഉപഭോക്താക്കൾക്ക് വരാം. അതുപോലെ തന്നെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉപഭോക്തൃ അസോസിയേഷനുകൾക്ക് വരാം, കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വരാം. അതുപോലെ തന്നെ ഒരു ഉപഭോക്താവിന് മരണം സംഭവിച്ചാൽ അയാൾക്ക് വേണ്ടി അയാളുടെ നിയമപരമായ അവകാശി ഓർ പ്രതിനിധിക്ക് വരാം, പരാതിക്കാരനായിട്ട് വരാം. അതുപോലെ തന്നെ ഒരു പ്രായപൂർത്തിയാകാത്ത ഉപഭോക്താവാണെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾക്ക് പരാതിക്കാരനായിട്ട് വരാം. ക്ലിയർ ആയേ? ഇത്രയും ക്ലിയർ ആയേ? ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 വ്യക്തി എന്നും പറയുന്നുണ്ട്, വ്യക്തി എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തതോ അല്ലാത്തതോ ആയ ഒരു സ്ഥാപനത്തെക്കുറിച്ചും വരാം. അതുപോലെ തന്നെ ഒരു ഹിന്ദു അവിഭക്ത കുടുംബം. അപ്പോൾ ആർക്കൊക്കെ വരാം? ഒരു വ്യക്തി, രജിസ്റ്റർ ചെയ്തതോ അല്ലാത്തതോ ആയ ഒരു സ്ഥാപനം, ഒരു ഹിന്ദു അവിഭക്ത കുടുംബം, അതുപോലെ തന്നെ ഒരു സഹകരണ സംഘടന. അതുപോലെ തന്നെ 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തതോ അല്ലാത്തതോ ആയ വ്യക്തികളുടെ ഒരു അസോസിയേഷൻ, സംയോജിക്കപ്പെട്ടതോ അല്ലാത്തതോ ആയ ഒരു കോർപ്പറേഷൻ, കമ്പനി, വ്യക്തികളുടെ സംഘം. അതുപോലെ തന്നെ കൃത്രിമ ജൂറിഡിക്കൽ വ്യക്തി. അപ്പോൾ ഇത്രയും പേർക്കും ഒരു വ്യക്തി എന്ന് പറഞ്ഞുള്ള ഇതിൽ വരും. അപ്പോൾ ക്ലിയർ ആയേ? അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഇതിൽ മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്സാണ്. അതായത് ഉപഭോക്തൃ സംരക്ഷണ സമിതി. ഉപഭോക്തൃ സംരക്ഷണ സമിതി വരുന്നത് അധ്യായം 2 നമ്മൾ ആദ്യമേ പഠിച്ചല്ലോ, ഓരോ അധ്യായങ്ങളിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ വെച്ച് ഉപഭോക്തൃ സംരക്ഷണ സമിതി വരുന്നത് അധ്യായം 2 വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് 3 തരത്തിലുള്ള ഉപഭോക്തൃ സംരക്ഷണ സമിതികളുണ്ട്. ഒന്ന് കേന്ദ്ര സമിതി, സംസ്ഥാന സമിതിയുണ്ട്, അതുപോലെ തന്നെ ജില്ലാ സമിതിയുണ്ട്. നമുക്കറിയാം ജില്ലാ സമിതി, സംസ്ഥാന സമിതി, കേന്ദ്ര സമിതി. അപ്പോൾ നമുക്ക് ഓരോന്നും അങ്ങ് പഠിച്ചു പോവാം. അപ്പോൾ കേന്ദ്ര സമിതി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനത്തിലൂടെയാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി
എന്ന കേന്ദ്ര സമിതി രൂപീകരിക്കുന്നത്. നമുക്കറിയാം കേന്ദ്രത്തിൻ്റെ ആണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും അത് ഫുൾ കാര്യങ്ങളും നോക്കുന്നത്. അതുപോലെ തന്നെ ചെയർപേഴ്സൺ വരുന്നത്, കേന്ദ്ര സമിതിയുടെ ചെയർപേഴ്സൺ വരുന്നത് കേന്ദ്ര ഉപഭോക്തൃ കാര്യ വകുപ്പ് മന്ത്രി, കേന്ദ്ര ഉപഭോക്തൃ കാര്യ വകുപ്പ് മന്ത്രി ആണ് വരുന്നത്. അതുപോലെ തന്നെ വർഷത്തിൽ കുറഞ്ഞത് ഒരു യോഗമെങ്കിലും കൂടേണ്ടതാണ്. അപ്പോൾ കേന്ദ്ര സമിതി എന്തൊക്കെയാണ് പറഞ്ഞത്? കേന്ദ്ര സമിതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്ന കേന്ദ്ര സമിതി രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ ചെയർപേഴ്സൺ ആരാണ്? കേന്ദ്ര ഉപഭോക്തൃ കാര്യ വകുപ്പ് മന്ത്രി. വർഷത്തിൽ കുറഞ്ഞത് ഒരു യോഗമെങ്കിലും കൂടേണ്ടതാണ്. അത്ര നമ്മൾ കേന്ദ്രത്തെ പഠിച്ചു. ഇനി അടുത്ത സംസ്ഥാന സമിതി. സംസ്ഥാന സമിതി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനത്തിലൂടെയാണ് സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി ഓർ സംസ്ഥാന സമിതി രൂപീകരിക്കുന്നത്. പേര് കേൾക്കുമ്പോഴേ അറിയാം സംസ്ഥാന സമിതിയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചെയർപേഴ്സൺ സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി. അപ്പോൾ കേന്ദ്രത്തിൽ കേന്ദ്ര ഉപഭോക്തൃ കാര്യ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാന സമിതിയിൽ വരുമ്പോൾ സംസ്ഥാന ഉപഭോക്തൃ കാര്യ വകുപ്പ് മന്ത്രി. ക്ലിയർ ആയേ? അതുപോലെ തന്നെ വർഷത്തിൽ കുറഞ്ഞത് 2 യോഗങ്ങളെങ്കിലും കൂടേണ്ടതാണ്. അപ്പോൾ കേന്ദ്രത്തിൽ നമ്മൾ പഠിച്ചു ഒരു യോഗം കൂടിയാൽ മതി, വർഷത്തിൽ കുറഞ്ഞത് ഒരു യോഗമെങ്കിലും. പക്ഷേ സംസ്ഥാനത്തിൽ വരുമ്പോൾ കുറഞ്ഞത് 2 യോഗങ്ങളിലേലും കൂടേണ്ടതാണെന്നാണ് പറയുന്നത്. നമ്മൾ സംസ്ഥാന സമിതിയും പഠിച്ചു. ഇനി നമുക്ക് ജില്ലാ സമിതി പഠിച്ചു. ജില്ലാ സമിതി അതുപോലെ തന്നെ ജില്ലാ സമിതി വരുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനത്തിലൂടെയാണ് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്ന ജില്ലാ സമിതി രൂപീകരിക്കുന്നത്. ക്ലിയർ ആയേ? അതായത് സംസ്ഥാന ഗവൺമെൻറ്റിലെ വിജ്ഞാപനത്തിലൂടെയാണ് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്ന ജില്ലാ സമിതി രൂപീകരിക്കുന്നത്. അത്രയും ക്ലിയർ ആയേ? അതുപോലെ ചെയർപേഴ്സണായിട്ട് വരുന്ന ജില്ലാ കളക്ടറാണ്. മറ്റേ രണ്ടിടത്തും കേന്ദ്രത്തിൽ കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി, സംസ്ഥാനത്ത് സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി. അതുപോലെ തന്നെ ജില്ലാ സമിതി വരുമ്പോൾ ജില്ലാ കളക്ടറാണ് വരുന്നത്. അവിടെ തെറ്റിപ്പോലെ ജില്ലാ കളക്ടറാണ് ജില്ലാ സമിതി വരുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്തിലെ പോലെ തന്നെ വർഷത്തിൽ കുറഞ്ഞത് 2 യോഗങ്ങളിലെങ്കിലും കൂടേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മൾ പറയുന്നത്. ഒന്നുകൂടെ പറയാം. കേന്ദ്ര സമിതി ചെയർപേഴ്സൺ ആരാണ്? കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി. അതുപോലെ തന്നെ സംസ്ഥാന സമിതിയുടെ ചെയർപേഴ്സൺ ആരാണ്? സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി. സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ആരാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് നിങ്ങൾ രേഖപ്പെടുത്തണേ. അതുപോലെ തന്നെ ജില്ലാ സമിതിയിലെ ചെയർപേഴ്സൺ ജില്ലാ കളക്ടറാണ് വരുന്നത്. അതുപോലെ തന്നെ വർഷത്തിൽ കുറഞ്ഞത് ഒരു യോഗമെങ്കിലും കേന്ദ്ര സമിതിയിൽ കൂടേണ്ടതാണ്. സംസ്ഥാന സമിതിയിലും ജില്ലാ സമിതിയിലും വർഷത്തിൽ കുറഞ്ഞത് 2 യോഗങ്ങളിലും കൂടേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പം അടുത്ത നമ്മൾ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് പഠിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അധ്യായം 3 ആണ്. അധ്യായം 3 നമ്മൾ പഠിച്ചതാണ്. നമ്മൾ അധ്യായം 3. അതുപോലെ തന്നെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 10. സെക്ഷൻ 10 ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ? ഓക്കെ. സെക്ഷൻ 10 ആണ് വരുന്നത്. അപ്പോൾ ഈ സെക്ഷനൊക്കെ ഓർത്ത് വെക്കണേ, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 10. അതുപോലെ തന്നെ അധികാരങ്ങൾ പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 18. സെക്ഷൻ 10 രൂപീകരണം, അധികാരങ്ങൾ സെക്ഷൻ 18 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെയാണ്. മറക്കല്ലേ, ചുരുക്കപ്പേരെന്ന് പറയുന്നത് കേന്ദ്ര അതോറിറ്റി എന്നാണ്. അപ്പോൾ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ചുരുക്കപ്പേര് കേന്ദ്ര അതോറിറ്റി എന്ന് പറയും. ആസ്ഥാനം നമുക്കറിയാം ന്യൂഡൽഹിയിലാണ് വരുന്നത്. കേന്ദ്രമായിട്ട് തന്നെ ന്യൂഡൽഹിയിൽ വരും. അപ്പോൾ ആസ്ഥാനം ന്യൂഡൽഹി. അപ്പോൾ നിലവിൽ വന്നത് 2020 ജൂലൈ 24. അപ്പോൾ 2020 ജൂലൈ 24 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ന്യൂഡൽഹിയിൽ നിലവിൽ വന്നത്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ ആദ്യ അധ്യക്ഷൻ നീതി കരെ. അപ്പോൾ ആദ്യ അധ്യക്ഷൻ ആരാണ്? നീതി കരെ. ഓർത്ത് വെച്ചോ, നീതി തരൂ എന്ന് പറയുന്നതിനോടുള്ള ഇതാണ്. അപ്പം ഓർത്ത് വെച്ചോ, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ നീതി കരെ. ക്ലിയർ ആയേ? അതുപോലെ തന്നെ കേന്ദ്ര അതോറിറ്റിയിൽ ഒരു ചീഫ് കമ്മീഷണറും 5-ൽ കുറയാത്ത കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് പറഞ്ഞത്? കേന്ദ്ര അതോറിറ്റിയിൽ ഒരു ചീഫ് കമ്മീഷണറും 5-ൽ കുറയാത്ത കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ക്ലിയർ ആയേ? അതുപോലെ തന്നെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരായിരിക്കും. കേന്ദ്രം ആയതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരായിരിക്കും നിയമിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ കേന്ദ്ര ചീഫ് കമ്മീഷണറും അതുപോലെ തന്നെ 5-ൽ കുറയാത്ത കമ്മീഷണർമാരും ഉണ്ടല്ലോ, അവരുടെ കാലാവധി, ശമ്പളം, രാജി, നീക്കം ചെയ്യൽ ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെയാണ്. ഇവരെ നിയമിക്കുന്നത്, കാലാവധി, ശമ്പളം, രാജി, നീക്കം ചെയ്യൽ എല്ലാം കേന്ദ്ര സർക്കാരാണ് നോക്കേണ്ടത്. ക്ലിയർ ആയി? അതുപോലെ തന്നെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 3 ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്.
ഒന്നാമത്തെ ലക്ഷ്യം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. ക്ലിയർ ആയി. രണ്ടാമത്തെ ലക്ഷ്യം അന്യായമായ വ്യാപാര സമ്പ്രദായം നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ലക്ഷ്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നിയന്ത്രിക്കുക. അപ്പോൾ 3 ലക്ഷ്യങ്ങളും നമ്മൾ പഠിച്ച് ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ പറയാം. നമ്മൾ ഇത്രയും പഠിച്ച കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നടപ്പിലാക്കുകയും, അതുപോലെ തന്നെ രണ്ടാമത്തെ ലക്ഷ്യം അന്യായമായ വ്യാപാര സമ്പ്രദായം നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നിയന്ത്രിക്കുക. ക്ലിയർ ആയേ? അതുപോലെ തന്നെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ അന്വേഷണ വിഭാഗം പ്രതിപാദിക്കുന്നത് സെക്ഷൻ 15ലാണ്. സെക്ഷൻ 15ആണ് അന്വേഷണ വിഭാഗം. ഈ സെക്ഷനൊക്കെ ഓർത്ത് വെക്കണം, ചിലപ്പം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അത് കോമ്പറ്റീഷൻ കൂടി വരുമല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സെക്ഷനോട് എടുത്തിടുന്നത്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അന്വേഷണ വിഭാഗം സെക്ഷൻ 15ലാണ് വരുന്നത്. അന്വേഷണ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ഡയറക്ടർ ജനറലാണ്, നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ അന്വേഷണ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ആരാണ്? ഡയറക്ടർ ജനറൽ. നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെൻറ്. അതുപോലെ തന്നെ അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർക്ക് പരാതിപ്പെടാവുന്നതാണ്. അപ്പം ഡയറക്ടർ ജനറലിന് ഒരു ജില്ലയിലെ പ്രശ്നങ്ങളൊക്കെ ഇറക്കുവാണെങ്കിൽ അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർക്ക് പരാതിപ്പെടാവുന്നതാണ്. ക്ലിയർ ആയി? അതുപോലെ തന്നെ ജില്ലാ കളക്ടർ അന്വേഷണ റിപ്പോർട്ട്, ആ പരാതിയുമേൽ ജില്ലാ കളക്ടർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറയുന്നത് സെക്ഷൻ 16ആണ്. സെക്ഷൻ 16 ജില്ലാ കളക്ടർ പരാതി സമർപ്പിക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആയി? ഇത്രയും പറഞ്ഞു. അന്വേഷണ വിഭാഗം ഇത്രയും ക്ലിയർ ആയി. അന്വേഷണ വിഭാഗം സെക്ഷൻ 15 വരുന്നു. നേതൃത്വം നൽകുന്നത് ഡയറക്ടർ ജനറലാണ്. ഡയറക്ടർ ജനറലിനെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഡയറക്ടർ ജനറലിന് അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആ പരാതിയും മേലെ ജില്ലാ കളക്ടർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറയുന്നത് സെക്ഷൻ 16ആണ്. ക്ലിയർ ആയി? അതുപോലെ തന്നെ പ്രാഥമിക അന്വേഷണം വരുന്നത് സെക്ഷൻ 19ആണ്. പ്രാഥമിക അന്വേഷണം വരുന്നത് സെക്ഷൻ 19. അതുപോലെ തന്നെ ചരക്കുകൾ തിരിച്ചു വിളിക്കാനും സേവനങ്ങൾ പിൻവലിക്കാനും അധികാരമുണ്ടെന്ന് പറയുന്നത് സെക്ഷൻ 20ആണ്. അപ്പോൾ ചരക്കുകൾ തിരിച്ചു വിളിക്കാനും സേവനങ്ങൾ പിൻവലിക്കാനും അധികാരമുണ്ട് എന്ന് പറയുന്നത് സെക്ഷൻ 20ആണ്. അതുപോലെ തന്നെ തെറ്റായ പരസ്യങ്ങൾക്കെതിരെ നടപടി സെക്ഷൻ 21. അപ്പോൾ തെറ്റായ പരസ്യങ്ങൾക്കെതിരെയുള്ള നടപടി എത്രയാണ്? സെക്ഷൻ 21. അതുപോലെ തന്നെ തെറ്റായ പരസ്യങ്ങൾ പ്രദർശിപ്പിച്ചാൽ 10 ലക്ഷം രൂപ പിഴ. അതുപോലെ തന്നെ ആവർത്തിച്ചാൽ 50 ലക്ഷം വരെ പിഴ. അപ്പം നമുക്കറിയാം തെറ്റായ പരസ്യങ്ങൾക്കെതിരായ നടപടിയുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 21 വരുന്നത്. അതുപോലെ തന്നെ തെറ്റായ പരസ്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ ഉള്ള പിഴ 10 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പോൾ 10 ലക്ഷം രൂപയാണ് പിഴയായിട്ട് വരുന്നത്. ആ പരസ്യങ്ങൾ പിന്നെ ആവർത്തിക്കുകയാണെങ്കിൽ 50 ലക്ഷം രൂപ വരെ പിഴ വരുന്നതാണെന്നാണ് പറയുന്നത്, നിയമത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ തെറ്റായ പരസ്യം നൽകിയ ആളെ വിലക്കാൻ ഒരു വർഷം വരെയാണ്. അപ്പോൾ ഈ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന് അദ്ദേഹം തെറ്റായ പരസ്യം നൽകി പിഴ അടച്ച് ആ ശിക്ഷമേലിരിക്കുകയാണെങ്കിൽ അയാൾ പിന്നെ തെറ്റായ പരസ്യം നൽകിയ അയാളെ വിലക്കാൻ 1 വർഷം വരെ കഴിയുന്നതാണ്. അപ്പോൾ അയാളെ 1 വർഷം വിലക്കുക. അതുപോലെ തന്നെ ഈ കുറ്റം അയാൾ പിന്നെ ആവർത്തിച്ചാൽ 3 വർഷം വരെ വിലക്കാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും ക്ലിയർ ആയേ? അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ. അപ്പം അടുത്തതിലോട്ട് പോകാം. അടുത്ത് നമ്മൾ പറയുന്നത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വരുന്നത് അധ്യായം 4ലാണ്. സെക്ഷൻ 28 മുതൽ 73 വരെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് മൂന്ന് തരത്തിലുണ്ട്. അതായത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, അതുപോലെ തന്നെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, അതുപോലെ തന്നെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനും ഉണ്ട്. അപ്പം നമുക്ക് ജില്ല തൊട്ടങ്ങ് പോവാം. അപ്പം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വരുന്നത് സെക്ഷൻ 28(1) ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സെക്ഷൻ 28(1) വരുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, പേര് കേൾക്കുമ്പോഴറിയാം ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ഒരു ഇതുകൊണ്ട് ഇത് പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതായത് ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന് ഉചിതമെന്ന് തോന്നിയാൽ ഒരു ജില്ലയിൽ ഒന്നിലധികം ജില്ലാ കമ്മീഷനുകൾ സ്ഥാപിക്കാവുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ചോദിക്കുമ്പം ഒരു റാങ്ക് മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരും. അപ്പം ഓർത്ത് വെച്ചോ, ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന് ഉചിതമെന്ന് തോന്നിയാൽ ഒരു ജില്ലയിൽ ഒന്നിലധികം ജില്ലാ കമ്മീഷനുകൾ സ്ഥാപിക്കാവുന്നതാണ്. ക്ലിയർ ആയേ? അപ്പം ഇങ്ങനെ സ്ഥാപിക്കാവുന്നതാണ്. എത്രയും ക്ലിയർ ആയേ? അതുപോലെ തന്നെ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ ഒരു പ്രസിഡന്റും രണ്ടിൽ കുറയാത്ത അംഗങ്ങളുണ്ട്. അപ്പോൾ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന് ഒരു പ്രസിഡന്റും 2ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ട്. ക്ലിയർ ആയേ?
അതുപോലെ തന്നെ ഇവരുടെ നിയമനം, യോഗ്യത, കാലാവധി, രാജിവെക്കൽ ഇതെല്ലാം കേന്ദ്ര സർക്കാരാണ് ചെയ്യുന്നത്. അപ്പം നിയമനം, യോഗ്യത, കാലാവധി, രാജിവെക്കൽ എല്ലാം കേന്ദ്ര സർക്കാരും, അതുപോലെ തന്നെ ശമ്പളം, അലവൻസ്, മറ്റ് സേവന വ്യവസ്ഥകളെല്ലാം സംസ്ഥാന സർക്കാരുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യായം 4 സെക്ഷൻ 28 മുതൽ 73 വരെയാണ്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സെക്ഷൻ 28(1) വരുന്നത്. ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് ഉചിതമെന്ന് തോന്നിയാൽ ഒരു ജില്ലയിൽ ഒന്നിലധികം ജില്ലാ കമ്മീഷനുകൾ സ്ഥാപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രസിഡന്റും 2-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ക്ലിയർ ആയോ? അപ്പോൾ അടുത്തത് നമ്മൾ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സെക്ഷൻ 42 വരുന്നത്. സെക്ഷൻ 42 അതിൽ സംസ്ഥാന തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വരുന്നത് സെക്ഷൻ 53 ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ട്. അപ്പോൾ ഓർത്തു വെച്ചോ, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സെക്ഷൻ 28(1) വരും. അതുപോലെ തന്നെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സെക്ഷൻ 42. അതുപോലെ തന്നെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ 53 വരും. അതുപോലെ തന്നെ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് ഉചിതമെന്ന് തോന്നിയാൽ ഒരു ജില്ലയിൽ ഒന്നിലധികം ജില്ലാ കമ്മീഷനുകൾ സ്ഥാപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അംഗങ്ങൾ ജില്ലയിൽ വരുമ്പോൾ അംഗങ്ങൾ ഒരു പ്രസിഡന്റും 2-ൽ കുറയാത്ത അംഗങ്ങളും, അതുപോലെ തന്നെ സംസ്ഥാനത്തിലും ദേശീയ തലത്തിലും വരുമ്പോൾ പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളും ആയിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആയേ? ഇനി നമ്മൾ ഓരോന്നിൻ്റെ അധികാര പരിധിയും കാര്യങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അപ്പോൾ അറിയപ്പെടുന്നത് ജില്ലാ കമ്മീഷനാണ്. അപ്പോൾ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അറിയപ്പെടുന്നത് ജില്ലാ കമ്മീഷനാണ്. അംഗങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിന്ന് പഠിച്ചാണ്. പ്രസിഡന്റും 2-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ അധികാര പരിധി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അധികാര പരിധി വരുന്നത് 50 ലക്ഷത്തിന് താഴെയാണ്. അപ്പം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ അധികാര പരിധി എത്രയാണ്? 50 ലക്ഷത്തിന് താഴെ. ഈ 50 ലക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായോ? 50 ലക്ഷത്തിൽ താഴെ വരുന്ന ഈ കേസുകളാണ് ഇവർക്ക് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് അധികാര പരിധി എന്ന് പറയുന്നത്. 50 ലക്ഷത്തിന് മുകളിൽ നഷ്ടപരിഹാരം അങ്ങനെയുള്ളൊക്കെ കേസ് വരുമ്പോൾ അതിന് മുകളിലുള്ള അതോറിറ്റിക്ക് പോകും. മനസ്സിലായേ? അപ്പോൾ ഒന്നുകൂടെ പറയാം, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് ജില്ലാ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. പ്രസിഡന്റ് 2-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ട്. അധികാര പരിധി വരുന്നത് 50 ലക്ഷത്തിന് താഴെയാണ്. അതുപോലെ തന്നെ അപ്പീൽ നൽകാനാണ്. അതായത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് ഇപ്പോൾ എടുത്തൊരു പരിഹാര തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാനുള്ള കാലാവധിയാണ് പറയുന്നത്. ഉത്തരവിൻ്റെ തീയതി മുതൽ 45 ദിവസത്തിനുള്ളിൽ. അപ്പം 45 ദിവസത്തിനുള്ളിലാണ് അപ്പീൽ നൽകാനുള്ള ഇത് വരുന്നത്. അപ്പോൾ അപ്പീൽ സമർപ്പിക്കുന്ന ആർക്കാണ്? ജില്ല ആർക്കാണ് അപ്പീൽ സമർപ്പിക്കുന്നത്? നമുക്ക് കോമൺ ലോജിക്ക് വെച്ചാൽ മനസ്സിലാവും. സംസ്ഥാന കമ്മീഷനാണ് അപ്പീൽ സമർപ്പിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇനി അടുത്ത് നമ്മൾ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, അതായത് സംസ്ഥാന കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നു. അതിൽ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് പ്രസിഡന്റ് 4-ൽ കുറയാത്ത അംഗങ്ങളും വരുന്നു. ഇവിടുത്തെ അധികാര പരിധിയാണ് ഇമ്പോർട്ടൻ്റ്. സംസ്ഥാനത്ത് വരുമ്പോൾ 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിലാണ് 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിലാണ് അധികാര പരിധി വരുന്നത്. അപ്പോൾ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ അധികാര പരിധി എത്രയാണ്? 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിലാണ് അധികാര പരിധി വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അപ്പീൽ നൽകാനുള്ള തീയതി വരുന്നത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെതിരെ അപ്പീൽ നൽകാനുള്ള ഇത് വരുന്നത് ഉത്തരവിൻ്റെ തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഉത്തരവിൻ്റെ തീയതി മുതൽ 30 ദിവസത്തിനുള്ളിലാണ് സംസ്ഥാനത്ത് അപ്പീൽ നൽകാനുള്ളത്. അപ്പീൽ ആർക്കാണ് നൽകേണ്ടത്? സംസ്ഥാനം ആർക്കായിരിക്കും അപ്പീൽ നൽകേണ്ടത്? അതിൻ്റെ ഹൈ അതോറിറ്റി, അതാണ് ദേശീയ കമ്മീഷനാണ് സംസ്ഥാനം അപ്പീൽ നൽകേണ്ടത്. കോമൺ ലോജിക്ക് നമുക്ക് മനസ്സിലാവും. അടുത്തത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ദേശീയ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. നമ്മൾ പഠിച്ചാണ് പ്രസിഡന്റ് 4-ൽ കുറയാത്ത അംഗങ്ങളും വരുന്നു. ഇതിലെടുക്കുന്നത് അധികാര പരിധിയിൽ നിന്ന് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധികാര പരിധി എന്ന് പറഞ്ഞാൽ 2 കോടിക്ക് മുകളിൽ വരുന്ന ഏതൊരു കേസും ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എടുക്കുന്നതാണ്. അതുപോലെ തന്നെ അപ്പീൽ നൽകാനുള്ളത് ഉത്തരവിൻ്റെ തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ. അപ്പം ഉത്തരവിൻ്റെ തീയതി മുതൽ 30 ദിവസത്തിനുള്ളിലാണ് അപ്പീൽ നൽകാനുള്ള ഇത് കാലാവധി വരുന്നത്. അതുപോലെ തന്നെ അപ്പീൽ സമർപ്പിക്കേണ്ട ആരാണ്? എന്തായാലും ദേശീയമായതുകൊണ്ട് അപ്പീൽ ഹൈ അതോറിറ്റി എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയാണ്. അപ്പോൾ സുപ്രീം കോടതിയിലാണ് അപ്പീൽ സമർപ്പിക്കുന്നത്. ക്ലിയർ ആയേ?
അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ്റെ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന് അധികാര പരിധി എന്ന് പറഞ്ഞാൽ 50 ലക്ഷത്തിന് താഴെയാണ്. 50 ലക്ഷത്തിന് താഴെയാണ്, മറക്കല്ലേ, 50 ലക്ഷത്തിന് താഴെയാണ്. അതിന് അപ്പീൽ നൽകാനുള്ള തീയതി ഉത്തരവിൻ്റെ തീയതി മുതൽ 45 ദിവസത്തിനുള്ളിൽ. ജില്ല ആർക്കാണ് അപ്പീൽ നൽകുന്നത്? സംസ്ഥാനത്തിന്. അടുത്തത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ അധികാര പരിധി എന്ന് പറഞ്ഞാൽ 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിൽ. അപ്പോൾ അതിന് അപ്പീൽ നൽകേണ്ട ആർക്കാണ്? ഉത്തരവിൻ്റെ തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ ആർക്കാണ് നൽകേണ്ടത്? ദേശീയ കമ്മീഷന്. അടുത്തത് ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്. അതിന് അധികാര പരിധി എന്ന് പറഞ്ഞാൽ 2 കോടിക്ക് മുകളിലാണ്. അപ്പീൽ നൽകാനുള്ള കാലാവധി എന്ന് പറഞ്ഞാൽ ഉത്തരവിൻ്റെ തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ദേശീയ കമ്മീഷൻ ആർക്കാണ് അപ്പീൽ നൽകേണ്ടത്? സുപ്രീം കോടതിക്ക്. സുപ്രീം കോടതിയിലാണ് അപ്പീൽ നൽകേണ്ടത്. ഇത്രയും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. ക്ലാസ് തീരാറായി, ഒരുപാട് ലെങ്ത് ആയി, എന്നാൽ നമ്മളിപ്പോൾ ഉടനെ തീർക്കും. ഫീസ് എന്ന് പറഞ്ഞാൽ അതായത് ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൊത്തം മൂല്യവും ക്ലെയിമും ചെയ്ത നഷ്ടപരിഹാരവും അടയ്ക്കേണ്ട ഫീസുകളുമാണ്. അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ചരക്കുകളുടെയോ സേവനങ്ങളുടെയും ഒക്കെ മൊത്തം മൂല്യവും ക്ലെയിമും ഒക്കെ നഷ്ടപരിഹാരവും ഒക്കെ എത്ര വരുന്നോ അതിനുവേണ്ടി അടയ്ക്കേണ്ട ഫീസുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. PSC പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം 5 ലക്ഷം രൂപ വരെ ഫീസില്ല. ഓർത്ത് വെച്ചോണേ, 5 ലക്ഷം രൂപ വരെ വരുന്ന കേസുകൾക്ക് ഫീസില്ല. അതുപോലെ തന്നെ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ 200 രൂപയും, 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയാണ് 400 രൂപയും, അതുപോലെ തന്നെ 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെയാണ് 1000 രൂപയും, അതുപോലെ തന്നെ 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് 2000 രൂപയും, 1 കോടി മുതൽ 2 കോടി 2500, 2 കോടി മുതൽ 4 കോടി വരുന്ന കേസുകൾക്ക് 3000, 4 കോടി മുതൽ 6 കോടി വരെ 4000, 6 കോടി മുതൽ 8 കോടി വരെ 5000, 8 കോടി മുതൽ 10 കോടി വരെ 6000, അതുപോലെ തന്നെ 10 കോടിക്ക് മുകളിൽ വരുന്ന കേസുകൾക്ക് 7500 ഫീസ് വരുന്നത്. അപ്പോൾ ഇത്ര ഓർത്ത് വെച്ചല്ലോ. ഫീസിൻ്റെ കാര്യം മറക്കല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 5 ലക്ഷം രൂപ വരെ ഫീസില്ല, അതിന് മേളിലോട്ട് ഫീസ് ഉണ്ട് കേട്ടോ. 5 ലക്ഷം രൂപ വരെയാണ് ഫീസ് ഇല്ലാത്തത്. അതൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം പോയിൻറ്റ്സ് കളക്ട് ചെയ്ത് ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതായത് പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതും എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം മാക്സിമം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങളെന്താണ് ചെയ്യേണ്ടത്? ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ക്ലാസ് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മനസ്സിലായെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പം ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം, വിവരാവകാശ നിയമത്തിൻ്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. വിവരാവകാശ നിയമത്തിനുമായിട്ടുള്ള ബന്ധപ്പെട്ട സുപ്രധാന നിയമത്തിലെ ആദ്യത്തെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് കാണണം. അതും നമ്മൾ നല്ല രീതിയിലാണ് ക്ലാസ് എടുത്തത്. എല്ലാ പോയിൻറ്റുകളും കംപ്ലീറ്റ് ചെയ്താണ് ക്ലാസ് എടുത്തത്. അതും കാണുക, ഇതും കാണുക. അപ്പം നമുക്കെന്തായാലും നമ്മൾ സിമ്പിളായിട്ടാണ്, നമ്മൾ ഫ്രീ ആയിട്ടും സിമ്പിളായിട്ടുമാണ് എല്ലാ പോയിൻറ്റ്സും എടുത്ത് ക്ലാസ്സസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പം മാക്സിമം നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യുക, ഈ ക്ലാസ്സസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം ക്ലാസ്സുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ അമർത്തുക. അപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സുപ്രധാന നിയമത്തിൻ്റെ 2ാമത്തെ ക്ലാസ്, ഇനി ബാക്കിയുള്ള സുപ്രധാന നിയമങ്ങളുടെ ക്ലാസ്സുകൾ ഉടനെ തന്നെ എടുക്കുന്നതാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മളിതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെച്ചേക്കുക. അപ്പോൾ താങ്ക് യു ഓൾ.